അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 5ാം ക്ലാസ് മദ്രസയിലെ രണ്ടാമത്തെ പാഠമായ ഇൽമു തജ്വീദ് എന്ന പാഠഭാഗമാണ്. ഇതിനു മുമ്പ് ഒന്നാമത്തെ പാഠം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ. പിന്നെ 5ാം ക്ലാസ്സിലെ മറ്റ് പാഠപുസ്തകങ്ങളും ഞാൻ വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. പാഠഭാഗങ്ങൾ കാണാത്തവർക്ക് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാവുന്നതാണ്. നമുക്ക് ഇന്നത്തെ പാഠങ്ങളിലേക്ക് പോകാം. ഇനി നമ്മുടെ തജ്വീദിലെ രണ്ടാമത്തെ പാഠമാണ് ഇൽമു തജ്വീദ്. ഇൽമു തജ്വീദാണ് രണ്ടാമത്തെ പാഠം. എന്താണ് പറയുന്നത്? അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ശ്രേഷ്ഠമായ ഇബാദത്താണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിലും ഖുർആനിനെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്, അല്ലെ? അള്ളാഹുവിന്റെ കലാമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തുമാണ്. ആ ഒരു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് തന്നെ വലിയൊരു ഇബാദത്താണ്, അല്ലെ? ഖുർആനിൽ ഒരക്ഷരം പാരായണം ചെയ്യുന്നതിന് 10 നന്മ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആനിലെ ഒരു അക്ഷരം പാരായണം ചെയ്താൽ തന്നെ 10 നന്മ ലഭിക്കും. ഖുർആനിലെ ഇപ്പോൾ ഒരു ഫാത്തിഹയാണെങ്കിൽ അൽഹംദു അതൊരു വാക്കാണല്ലേ, അതിലെ ഒരക്ഷരം പാരായണം ചെയ്യുന്നത് തന്നെ നമുക്ക് എന്താണ്, അതിൽ ആ എന്നൊരു അക്ഷരം പാരായണം ചെയ്യുന്നത് തന്നെ വലിയൊരു നന്മയാണ്. അങ്ങനെ ആരാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹത്തായ ഒരുപാട് പ്രതിഫലങ്ങളുടെ പുണ്യങ്ങളും ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഖുർആൻ പാരായണത്തിലൂടെ ലഭ്യമാകുന്നതാണ്. മഹത്തായ ഒരുപാട് പ്രതിഫലങ്ങളും പുണ്യങ്ങളും നമുക്ക് എവിടെയൊക്കെ, ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും നമുക്ക് ഖുർആൻ പാരായണത്തിലൂടെ ലഭിക്കും. ഈ പുണ്യങ്ങളും മഹത്വരങ്ങളുമെല്ലാം ലഭിക്കണമെങ്കിൽ ഖുർആൻ അതിന്റെ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മനോഹരമായി പാരായണം ചെയ്യണം. നമ്മൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്തിട്ട് കാര്യമില്ല. ഖുർആനിന്റെ നിയമങ്ങൾ തജ്വീദ് അനുസരിച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആന് പാരായണം ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ നന്മകളും ഉപകാരങ്ങളും ഇഹലത്തിലും പരത്തിലും നമുക്ക് പ്രതിഫലം കിട്ടുകയും ഒക്കെ ചെയ്യുകയുള്ളൂ. എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായി ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. എന്താണ്? അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായി ഖുർആൻ ഓതുന്നതിനെയാണ് തജ്വീദ് എന്ന് പറയുന്നത്. അപ്പൊ തജ്വീദിന്റെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ പാടുകയുള്ളൂ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 3ാം ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? എല്ലാവരും ആ ഒരു പാഠഭാഗങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ തജ്വീദിന്റെ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഒരുപാട് നിയമങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇത് ഇഖ്ലാഫ് ഒക്കെ നമ്മൾക്ക് ഓർമ്മയുണ്ട്, അല്ലെ? പിന്നെയോ ഇത് പഠിക്കലും പരിശീലിക്കലും നമുക്ക് അനിവാര്യമാണ്. എന്തോ? ഖുർആന് തജ്വീദിന്റെ നിയമങ്ങൾ അനുസരിച്ചിട്ട് പരിശീലിക്കലും പഠിക്കലും. ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. ഇവിടെ 2 എണ്ണം പഠിക്കാനുണ്ട്, മാറിപ്പോകരുത്. എന്താണ് തജ്വീദ് എന്നും പഠിക്കണം, ഇൽമു തജ്വീദ് എന്താണെന്നും പഠിക്കണം. തജ്വീദ് എന്താണ്? അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായി ഖുർആൻ ഓതുന്നതിനെ തജ്വീദ് എന്ന് പറയുന്നു. ഇൽമു തജ്വീദ് എന്താണ്? ഈ ഒരു ഖുർആൻ പഠിക്കലും പരിശീലിക്കലും നമുക്ക് അനിവാര്യമാണ്, അല്ലെ? ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ് എന്ന് പറയുന്നത്. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണ രീതി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും നബി തങ്ങൾ സ്വഹാബത്തിനും അവർ ശേഷമുള്ളവർക്കും തലമുറകളായി പകർന്ന് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്, അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് ആദ്യം ആര് പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം അത് ആർക്ക് പകർത്തി കൊടുത്തു? സഹാബത്തിന്. സഹാബത്ത് അവർക്ക് ശേഷമുള്ളവർക്കും അങ്ങനെ തലമുറകളായിട്ട് പകർന്ന് നൽകിയിട്ടുണ്ട്. ആ നിയമങ്ങൾ പാരായണത്തിൽ പാലിക്കൽ ഫർള് ഐനാണെന്ന് ഇമാമുമാർ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഏത് നിയമങ്ങൾ? തജ്വീദിന്റെ നിയമങ്ങൾ. ആ നിയമങ്ങൾ പാരായണത്തിൽ പാലിക്കണം. നമ്മുടെ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പകർന്നു കൊടുത്തു.
സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനും അവർക്ക് ശേഷമുള്ള തലമുറകളായി പകർന്നു നൽകിയിട്ടുണ്ട്. എന്താ? നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണം. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പാരായണം നമ്മളും അതേപോലെ അനുസരിക്കൽ, അതേപോലെ പാലിക്കൽ ഫർള് ഐനാണ്. എന്താണ് ഫർള് ഐന്? നിയമങ്ങൾ പാരായണത്തിൽ പാലിക്കൽ അല്ലെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഫഇസാ ഖറഅനാഹു ഫത്തബിഹ് ഖുർആനഹു എന്നാണ്. ഫഇസാ ഖറഅനാഹു ഫത്തബിഹ് ഖുർആനഹു എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന് ഓതി തന്നതുപോലെ ഓതാനുള്ള കൽപ്പനയായിരുന്നു ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി തന്നതുപോലെ ഓതാനുള്ള കൽപ്പനയായിരുന്നു ഇത്. നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം എങ്ങനെയായിരുന്നോ ഓതി തന്നത് അതുപോലെ ഓതാനുള്ള കൽപ്പന. ഇവിടെ ഒരു ആയത്തുണ്ട്, ഖിറാഅത്തുൽ ഖുർആനി സുന്നത്തു മുത്തബഅത്തുൻ യഹ്സുഹൽ ആഖിറു അനിൽ അവ്വൽ. എന്താണ് അർത്ഥം? പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതും അനുഗ്രഹിക്കേണ്ടതുമായ ഒന്നാണ് ഖുർആൻ പാരായണം. അനുകരിക്കേണ്ടതുമായ ഒന്നാണ് ഖുർആൻ പാരായണം. എന്താണ്? പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതും അനുകരിക്കേണ്ടതുമായ ഒന്നാണ് ഖുർആൻ പാരായണം. നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഖുർആനിന്റെ ശാപത്തിന് കാരണമാകുന്ന കുറ്റമാണ്. നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നത്, അതായത് നമ്മൾ വെറുതെ അങ്ങനെ ഖുർആൻ എടുത്ത് ഓതിയിട്ട് കാര്യമില്ല. ഖുർആനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഓതണം. അങ്ങനെ നിയമങ്ങൾ പാലിക്കാതെ എങ്ങനെ? ജിബ്രീൽ അലൈഹി ഇസ്ലാമിൽ നിന്ന് ആരാണ് പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് പറഞ്ഞു കൊടുത്തു? സഹാബത്തിന്. സഹാബത്തുകള് അവർക്ക് ശേഷമുള്ളവർക്കും തലമുറകളായിട്ട് കൈമാറി പകർന്നു നൽകി. ഇപ്പോൾ നിങ്ങൾ കുട്ടികളായ നിങ്ങൾ ആരിൽ നിന്നാണ് പഠിക്കുന്നത്? ഉസ്താദുമാരിൽ നിന്ന്. ഉസ്താദുമാർക്ക് അവരുടെ മുൻഗാമികളാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ നിയമങ്ങൾ ഇങ്ങനെ പകർന്ന് പഠിച്ച് വരുന്നത്. അപ്പൊ ഇതിലെ പഠിക്കാനുള്ളത് തജ്വീദും ഇൽമു തജ്വീദും പിന്നെ ഖുർആൻ പാരായണ നിയമങ്ങളും, എങ്ങനെയൊക്കെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ വരുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ ഇവിടെ ഉത്തരം എഴുതാം. തജ്വീദ് എന്നാൽ എന്ത് എന്നാണ്. പിന്നെ എന്താണ് ഇൽമു തജ്വീദ്? പാരായണത്തിൽ നിയമം പാലിക്കുന്നതിന്റെ വിധി എന്താണ്? ഉസ്താദുമാർ പഠിപ്പിച്ചതുപോലെ തന്നെ ഓതണം എന്നറിയിക്കുന്ന ആയത്ത് ഏതാണ്? ഖുർആൻ ശപിക്കും ആരെ? 5 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഒന്നാമത്തെ ചോദ്യം എന്താണ്? തജ്വീദ് എന്നാൽ എന്ത്? എന്താണ് തജ്വീദ് എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ. അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായി ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. പിന്നെയോ രണ്ടാമത്തെ ചോദ്യം ഇൽമു തജ്വീദ് അല്ലെ. ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? മൂന്നാമത്തെ ചോദ്യം പാരായണത്തിൽ നിയമം പാലിക്കുന്നതിന്റെ വിധി. പാരായണത്തിൽ നിയമം പാലിക്കുന്നതിന്റെ വിധി, നിയമങ്ങൾ പാരായണത്തിൽ പാലിക്കൽ ഫർള് ഐനാണ്. എന്താണ് വിധി? ഫർള് ഐന്. നാലാമത്തെ ചോദ്യം പാരായണത്തിൽ നിയമം പാലിക്കുന്ന വിധി. ഉസ്താദുമാർ പഠിപ്പിച്ചതുപോലെ തന്നെ ഓതണം എന്ന് അറിയിക്കുന്ന ആയത്ത്. ഉസ്താദുമാർ പഠിപ്പിച്ചതുപോലെ തന്നെ ഓതണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഖിറാഅത്തുൽ ഖുർആനു സുന്നത്ത് മുത്തബിഅത്തു യഹ്സുഹൽ ആഖിറു അനിൽ അവ്വൽ. പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതും അനുകരിക്കേണ്ടതുമായ ഒന്നാണ് ഖുർആൻ പാരായണം. അത് നിങ്ങൾക്ക് കുട്ടികൾക്ക് മുൻഗാമികൾ ആരാണ്? അല്ലെങ്കിൽ മുൻഗാമികള് ഉസ്താദുമാരാണ് അല്ലെ. അവരിൽ നിന്നാണ് നിങ്ങൾ കുട്ടികൾ പഠിക്കേണ്ടത്. അടുത്ത ചോദ്യം ഖുർആൻ ശപിക്കും ആരെ? അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ഇപ്പുറത്ത് ഉണ്ടായിരുന്നു. ആരെയാണ് ശപിക്കുക? നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഖുർആനിന്റെ ശാപത്തിന് കാരണമാകുന്ന കുറ്റമാണ് അല്ലെ. ആരെയാണ് ശപിക്കുക? നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ. അതാണ് അതിന്റെ ഉത്തരം വരുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അടുത്ത പ്രവർത്തനം ഇതാണ്. ഖുർആൻ പാരായണ പട്ടികയിൽ യോജിച്ചവ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ പാരായണം എന്തിനോടാണ് യോജിച്ചിട്ടുള്ളത്? ഖുർആൻ പാരായണം എങ്ങനെയാണ്? ശ്രേഷ്ഠമായ ഇബാദത്താണ്.
പിന്നെ നിയമം പാലിച്ച് ഓതൽ. നിയമം പാലിച്ച് ഓതൽ എന്താണ്? നിയമം പാലിച്ച് ഓതൽ ഫർള് ഐനാണ്. ഖുർആൻ ഓതൽ മുൻഗാമികളിൽ നിന്ന് പഠിക്കണം. ഒരക്ഷരത്തിന് എത്ര 10 നന്മ ലഭിക്കും? പിൻഗാമികൾ സുന്നത്ത് മുത്തബ. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ നിങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതുപോലെ മദ്രസ വീഡിയോകൾക്കായിട്ട്, പുതിയ പാഠഭാഗങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക.